ഹായ് ഓൾ വെൽക്കം ടു സൈക്യു ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, സിമ്പിളാണ്. നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടലിൽ നിങ്ങൾ ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ എൻറോൾമെൻറ്റ് നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ച ഉണ്ടാവും. ആക്ച്വലി ഇറ്റ്സ് വെരി അനോയിങ്. ക്യാപ്ച അടിക്കുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ ചെയ്തതിനാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്റ്റുഡൻസിന് നിങ്ങളുടെ ഡാഷ്ബോർഡ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ കറൻ്റ്ലി ഒരു എക്സാം സീസൺ ആണെങ്കിൽ നിങ്ങളെ എക്സാം അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സാം അഡ്മിറ്റ് കാർഡ് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇൻ കേസ് എക്സാം സീസൺ അല്ല, നിങ്ങൾക്ക് എന്ത് വേണം, ഒരു പ്രത്യേക സെമിസ്റ്ററിൻ്റെ ഹാൾ ടിക്കറ്റ് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡാഷ്ബോർഡിന് ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഒന്നിക്ക് സർവീസസിൽ പോയിട്ട് എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ് ഇവിടെ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ഹാൾ അഡ്മിറ്റ് കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, എക്സാമിനേഷൻ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തലേ ദിവസം തന്നെ ഹാൾ ടിക്കറ്റ് ഒക്കെ പ്രിന്റ് എടുത്ത് റെഡിയാക്കി വെക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നതിന് മുമ്പ് പ്രിന്റ് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. ലൈക്ക് എന്താണ്, നമ്മൾ എക്സാമിന് ഫിസിക്കൽ കോപ്പി ഓഫ് യുവർ ഹാൾ ടിക്കറ്റ് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സോഫ്റ്റ് കോപ്പി കാണിച്ചത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഹാളിൽ അഡ്മിറ്റ് കിട്ടൂല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തലേ ദിവസം തന്നെ എന്ത് ചെയ്യുക, പ്രിന്റ് എടുത്ത് വെക്കുക. ഇൻ കേസ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്ത് ചെയ്യുക, പ്രിന്റ് എടുക്കുക. പ്രിന്റ് എടുക്കണമെങ്കിൽ ഈ സ്റ്റുഡൻസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അഡ്മിറ്റ് കാർഡിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അഡ്മിറ്റ് കാർഡിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യും, അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാംസ് പിന്നെ അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും നിങ്ങളെ എക്സാം ഹാൾ ടിക്കറ്റ് ഡിസർട്ടേഷൻ്റെ സമയത്തൊക്കെ എന്ത് ചെയ്യണം, എക്സാം ഹാൾ ടിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ നിങ്ങൾ പ്രിന്റ് എടുത്ത് ആദ്യം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ എക്സാമിനേഷൻ പാർട്ടി പോയിട്ട് എന്ത് ചെയ്യുക, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.